Kanakazhchakalum. It's my day 2 in Punjab. Punjabilulla ende രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ നേരം വെളുത്തിരിക്കുകയാണ്. ആൻഡ് എനിക്ക് വിശക്കാൻ തുടങ്ങി. കാരണം ഞാൻ ഒന്നും കഴിച്ചില്ല. അപ്പോൾ നമുക്കിത് നാഷ്ത കഴിക്കാൻ പോവാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ദേ അവിടെ ഒരു കടയുണ്ട്. ഞാൻ ഇവിടെ നിന്നാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. പഞ്ചാബിലുള്ള ഒരു സ്ട്രീറ്റിലുള്ള ഒരു സാധാരണ ഒരു ചെറിയ കടയാണ്. പട്ടിക്കുട്ടി എന്നെ ഒന്നും ചെയ്യരുത്. ഓക്കെ അതെ അവിടെ ഉണ്ട് കട. ബാ. അപ്പോൾ ഈ കടയിൽ അമൃത്സർ കുൽച്ച കിട്ടും. അത് കഴിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹായ് ഭയ്യ, ഏക് അമൃത്സർ കുൽച്ച. ഓക്കെ, ഇവിടെ എന്തോ ഒരു സ്റ്റഫിങ് വെച്ചിട്ടാണ് ഈ അമൃത്സർ കുൽച്ച എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കുന്നത്. ഈ സ്റ്റഫിങ് ക്യാ ഹൈ? आलू मसाले हैं. हाँ हाँ ओके. जीरा, अजवाइन, धनिया, नागदाना, काली मिर्च, गोभी, मटर, प्याज, अदरक सब कुछ है. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് മറ്റേ മട്ടർ, ഗ്രീൻ പീസ്, അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, പനീർ, അതേപോലെ തന്നെ മസാല, ഇഞ്ചി, എല്ലാ സംഭവങ്ങളും ചേർത്തിട്ടുള്ള അവരുടേതായിട്ടുള്ള ഒരു പേസ്റ്റ്. അത് ഇതിൻ്റെ അകത്ത്, ഈ മാവിൻ്റെ അകത്ത് ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ച് പരത്തിയിട്ട് ആ തണ്ടൂരിൽ വെച്ചിട്ട് ചുട്ടെടുത്തിട്ടാണ് സംഭവം നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പം മൈദയും നെയ്യും കൂടെ മിക്സ് ചെയ്ത് വെച്ച മാവിലേക്ക് ഈ സംഭവം സ്റ്റഫ് ചെയ്തിട്ടാട്ടോ നമുക്ക് തരുന്നത്. അപ്പോൾ ഈ സംഭവം കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇവർ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 10-15 മിനിറ്റിന് ശേഷം എന്താ സംഭവം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഓരോന്ന് വീതം അവർ കുത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ്. എടുക്കുന്നതിനോടൊപ്പം തന്നെ ഓർഡേഴ്സ് അപ്പം തന്നെ പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ അപ്ലൈ ചെയ്ത് കണ്ട ഓരോരുത്തരും വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. നമ്മുടെ സാധനത്തിന് എന്തായാലും ഞാനിവിടെ റെഡിയാണ്. താങ്ക് യു. ഇതാ ബട്ടറിൽ കുളിച്ച് നല്ല കുട്ടപ്പനായിട്ട് നമ്മുടെ അമൃത്സറി കുൽച്ച ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടാ ഗൈസ്. ഇത് കണ്ട, ഉയ്യോ അത് പൊക്കാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ കാണിക്കാം നിങ്ങള്. കണ്ട, നല്ല മല്ലിയൊക്കെ ഇട്ട് ബട്ടറൊക്കെ ഇട്ട് നല്ല ക്രിസ്പി ആയിട്ട് സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് കഴിച്ചു നോക്കാം ഇനി. പഞ്ചാബ് അമൃത്സർ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്തുള്ള ജാലിയൻ വാലാ ബാഗിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിവിടെ നിന്നിട്ടുള്ളത്. ജാലിയൻ വാലാ ബാഗിൻ്റെ ചരിത്രമൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ട. ജാലിയൻ വാലാ ബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലമാണിത്. 1919 ഏപ്രിൽ 13 അപ്പോൾ എന്തായാലും അകത്തേക്ക് ക്യാമറ കയറ്റുമോ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് എന്തായാലും ഒന്ന് കയറി കാണാൻ തീരുമാനിച്ചു. ക്യാമറ കയറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെയും കൊണ്ടുപോകുന്നതായിരിക്കും. നല്ല തിരക്കുണ്ട് കേട്ടോ സ്ഥലത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ എന്തായാലും ലെറ്റ്സ് ഗോ. യെസ്, ജാലിയൻ വാലാ ബാഗിൻ്റെ ആ ഒരു എൻട്രൻസിലേക്ക് കയറി വരുമ്പോൾ നമ്മളിപ്പോൾ പുറകിൽ കാണുന്നത് ഇവിടുത്തെ ഒരു വലിയ സ്മാരകമാണ്. ഇതിലേക്കാണ് നമ്മൾ നേരെ കയറി വരുമ്പോൾ നമ്മൾ കാണുന്നൊരു കാഴ്ച. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നല്ല മഞ്ഞ കളറ് ആമ്പൽ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു പോണ്ട് ഉണ്ട്, ഒരു ചെറിയ ആമ്പൽ കുളം. അയ്യോ, ഞാൻ ആക്ച്വലി നമ്മൾ കണ്ടിട്ടുള്ളത് പിങ്ക് കളറ് അല്ലെങ്കിൽ പേർപ്പിൾ കളറൊക്കെ ആമ്പലാണ് കണ്ടിട്ടുള്ളത്. ഞാനിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇത്രയും മഞ്ഞയായിട്ടുള്ള ഇത് കണ്ടത്. ഓഫ് വൈറ്റ് കളർ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ മഞ്ഞ കളർ ആമ്പൽപ്പൂ നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് എന്തായാലും ഇനി ഇവിടെ ഒരു ബുള്ളറ്റ് മാർക്സ് ഉള്ള, ഇപ്പോഴും അന്ന് വെടിവെച്ചതിൻ്റെ ബുള്ളറ്റ് മാർക്സ് ഉള്ള ഒരു മതിലുണ്ട്. മാർട്ടിയേഴ്സ് വെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിണറുണ്ട്. നമുക്ക് അതൊക്കെ തപ്പിച്ച് പോവാം. എനിക്ക് തോന്നുന്നു ആ ഭാഗത്താണെന്ന് തോന്നുന്നു കിണർ. ബാ. ഈ ഒരു കിണറിന് ഒരു കഥയുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇവരുടെ ഈ ഒരു ബസന്തി ഫെസ്റ്റിവലിൻ്റെ അന്നാണ് ഈ വെടിവെപ്പ് നടക്കുന്നത്. അതായത് 1919 ഏപ്രിൽ 13 ബസന്തി ഫെസ്റ്റിവലിൻ്റെ അന്ന് റൗളറ്റ് ആക്ടിനെ പ്രതിഷേധിച്ചുകൊണ്ട് ആൾക്കാർ ഇവിടെ ഒരു ഒത്തുകൂടൽ നടത്തി, ഒരു ഗ്യാതറിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അൺആംഡ് ആയിട്ടുള്ള, അതായത് യാതൊരുവിധ എക്യുപ്മെൻറ്റ്സോ അല്ലെങ്കിൽ എന്താ പറയുക വെപ്പൺസോ ഇല്ലാതെ വളരെ സമാധാനപരമായിട്ടുള്ള ഒരു ഒത്തുചേരലായിരുന്നു. അതിലേക്കാണ് ബ്രിട്ടീഷ് ജനറൽ അവരുടെ ആ ഒരു റിവോൾട്ട് നടത്തിയത്, അന്നൊരു ആക്രമണം ഉണ്ടായത്. അപ്പം
ആയിരക്കണക്കിന് മേലെ ആൾക്കാരാണ് അന്നത്തെ ദിവസം കൊല്ലപ്പെട്ടതെന്ന് പറയുന്നത്. പക്ഷേ ബ്രിട്ടീഷേഴ്സിൻ്റെ കണക്കിനനുസരിച്ച് 300 സംതിങ് എന്നാണ് കണക്ക് അവർ പുറത്തുവിട്ടത്. പക്ഷേ 1000-ലധികം ഡെഡ് ബോഡീസ് അന്നത്തെ ദിവസം ഇവിടുന്ന് പുറത്തേക്ക് എടുത്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അന്ന് ആ ഒരു ഫയറിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്, ആ വെടിവെപ്പിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇവിടെ ഗ്യാദർ ചെയ്ത ആൾക്കാർ ചാടിയ കിണർ ആണ് അത്. അപ്പം മാർട്ടിയേഴ്സ് വെൽ എന്നാണ് ഇപ്പോൾ അത് അറിയപ്പെടുന്നത്. നമുക്ക് കിണർ കാണാൻ പോകാം. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ കിണർ. മാർട്ടിയേഴ്സ് വെൽ എന്നാണ് ഈ കിണറിൻ്റെ പേര്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്ന് ഇവിടെ ഒത്തുകൂടിയ കുറച്ചധികം ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വെടിവെപ്പിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ചാടിയ കിണറാണിത്. ഇതിൻ്റെ അകത്തേക്ക് ഇപ്പം ഇതിങ്ങനെ ഗ്ലാസ്സിൽ അകത്ത് സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നേരത്തെ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലെന്ന്. കാരണം അതിൻ്റെ അകത്ത് നോക്കുക കുറേ പൈസയൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്ന കാണാം നമുക്ക്. എന്തായാലും വെള്ളം ഇല്ല കേട്ടോ. ഇപ്പം വെള്ളമൊന്നുമില്ല. എന്നാലിത് കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു ഹിസ്റ്റോറിക് ഒരു ഫീല് നമുക്ക് വരും. എന്തായാലും നമുക്കിനി ഇവിടെ ആ ഒരു വെടിവെപ്പ് നടന്ന ബുള്ളറ്റ് മാർക്സ് ഉള്ള ഒരു മതിൽ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ആ മതിൽ കൂടി ഒന്ന് നോക്കാം. എൻ്റെ പൊന്നോ, കണ്ടോ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 26 ബോക്സസ് അവരിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ? എജ്ജാതി വെടിവെപ്പായിരിക്കും അപ്പോൾ നടന്നിട്ടുണ്ടാവുക. പക്ഷെ ഇങ്ങോട്ടേക്ക് എൻട്രി ഇല്ല കേട്ടോ. അങ്ങനെ ഒരു സംഭവം കെട്ടി നിർത്തിയിരിക്കുകയാണ്. ഒത്തിരിയധികം ആൾക്കാരിവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് പണ്ടത്തെ ആ വെടിവെപ്പ് നടന്നൊരു സ്ഥലം. അവിടുത്തെ ഒരു മതിൽ, ആ ബുള്ളറ്റ് മാർക്സ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ജാലിയൻ വാലാബാഗിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിൽ നല്ല തിരക്കാട്ടോ. അതുകൊണ്ടോ നിങ്ങൾക്ക് ഞാൻ പറയുന്ന പോലെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇവിടെ സൈഡിലായിട്ട് അപ്പം ലസ്സി ആൻഡ് റബ്ഡി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ലസ്സിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഡ്രൈ ഫ്രൂട്ട് ലസ്സിയാണ്. ഒരുപാട് ആൾക്കാർ വന്ന് കുടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാം. ഇതാണ് സംഭവം. കണ്ട, ബേബി സാഫ്രോൺ, അതായത് കുങ്കുമപ്പൂ ഇട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ബദാം ഇട്ടിട്ടുണ്ട്, ഉണക്കമുന്തിരി ഇട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ള ഒരു അസല് ലസ്സി ഞാൻ കഴിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ലസ്സി തൽക്കാലം ഇവിടെ ഒന്ന് വെക്കാം. അത് ഞാൻ കഴിക്കുന്നതായിരിക്കും. അതായത് നമുക്ക് റബ്ഡി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല തണുപ്പാട്ടോ. ഇവരിത് ആ ഐസിന്റെ പൊക്കത്ത് അവിടെ വെക്കുന്നത്. അവിടെ നല്ല തണുപ്പാ. റവ ഇല്ലേ, റവ, അതിൻ്റെ ടേസ്റ്റ്. ഈ സംഭവം നല്ല തണുപ്പാണ്. അവരിത് ആ ഐസിന്റെ ഫ്രണ്ടിൽ വെച്ച് മുകളിൽ വെച്ചിട്ട് അപ്പോഴാണ് നമുക്ക് തരുന്നത്. ഞാനുള്ളത് ഗോൾഡൻ ടെമ്പിളിന്റെ അടുത്തുള്ള ഒരു സ്ട്രീറ്റിലാണ്. ഇവിടുത്തെ ഈ ഒരു സ്ട്രീറ്റിലെ തിരക്ക് കണ്ടോ? ഇതൊരു മാർക്കറ്റാണ്. ഡ്രസ്സ്, ചെരുപ്പ്, ഫുഡ്, അങ്ങനെ ഒരുപാടധികം കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെ സംഭവങ്ങളാണുള്ളത്. രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതും വാങ്ങിച്ച് കഴിക്കാം. നല്ല തിരക്കുള്ള സ്ട്രീറ്റാട്ടോ. അതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ എന്തായാലും അകത്തേക്ക് പോകാം. ബാ. അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ പേര് ധരം സിംഗ് മാർക്കറ്റ് എന്നാണ്. ഇവിടെ ഈ റോഡ് സൈഡുകളിൽ നമ്മൾ കാണുന്ന സംഭവം അല്ലാതെ അകത്തേക്ക് ഒരുപാടധികം ചെറിയ ചെറിയ സ്റ്റോൾസ്, കടകൾ, കോഫി ഷോപ്സ് പോലെയുള്ള ഒത്തിരി അധികം സംഭവങ്ങളുണ്ട്. നമ്മളങ്ങനെ ഗോൾഡൻ ടെമ്പിളിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ജാതി മത ഭേദമന്യേ ആർക്ക് വേണമെങ്കിലും വന്നിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാവുന്ന, പ്രാർത്ഥിക്കാവുന്ന ഒരു സ്ഥലമാണ്. ഇതിന് പുറത്ത് നിൽക്കുമ്പോൾ ഇപ്പം നല്ല പാട്ടൊക്കെ നമ്മൾ കേൾക്കണില്ലേ. നമുക്ക് എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് പോവാം. ഓക്കെ, അപ്പം നമ്മൾ ചെരുപ്പ് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ അകത്തേക്ക് കയറാം. കുറച്ച് നേരം ധ്യാന നിബിഡമായിരിക്കാം ഗൈസ്. അപ്പോൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ അകത്തേക്ക് കയറുന്ന വഴി ഇവിടെ ഒത്തിരി അധികം ആൾക്കാർ ഈ റാം ലഡു എന്ന് പറഞ്ഞ് ഞാൻ കേൾക്കുന്നുണ്ട്. എന്തായാലും നമുക്കും കഴിച്ചു നോക്കാം. ഭയ്യ ഏക്ക് റാം ലഡു. ഇത് അവരെ ഒരു ചട്നിക്കകത്ത് മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. ഈ ക്യാ ചട്നി ഹേ? चटनी खटाई इमली की।
Khatai milky. इमली की Imli. Oh, imli, puli. Okay, okay, okay. പുളിയുടെ എന്തോ ഒരു ചട്നി ആട്ടോ. ഇത് സ്പൈസി ആണ്. പുളിയുണ്ട്. ഭയങ്കര സോഫ്റ്റ് ആണ്. കാരണം ആ സോസിൻ്റെ അകത്തിട്ട് കുതിർത്തെടുക്കുന്നോണ്ടേ കൊള്ളാം. ഗോൾഡൻ ടെമ്പിളിൻ്റെ അകത്ത് കയറണമെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ നമ്മുടെ ഹെഡ് കവർ ചെയ്തിരിക്കണം. അതിപ്പം ആണുങ്ങളാണെങ്കിൽ ടർബൻ ഇടുക, അല്ലെങ്കിൽ അവർക്ക് ഒരു സ്കാർഫ് കൊടുക്കും. പെണ്ണുങ്ങളാണെങ്കിൽ ദുപ്പട്ട ഇടുക. ഇനി ദുപ്പട്ട ഇല്ലെങ്കിൽ നിങ്ങൾ സ്കാർഫ് ഇടുക. എൻ്റെ ഒരു ദുപ്പട്ട ഇല്ല, അതായത് ഷോൾ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? സ്കാർഫ് ഇടണം. അപ്പോൾ എന്നെ ഇവിടെ നിന്നൊരു ചേട്ടൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ പയ്യനെ കൊണ്ട് വിളിക്കാം. ഇവിടെ വന്നപ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു ലക്ക് കിട്ടിയ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഗോൾഡൻ ടെമ്പിളിലേക്ക് ഭക്ഷണം കൊടുക്കുന്ന ഏരിയ, അതായത് അവർ കുക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് ജസ്റ്റ് ഒന്ന് കയറാനായിട്ടുള്ള ഒരു പെർമിഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഇവിടെ ഭയങ്കര സെക്യൂരിറ്റിയാണ്. കാരണം ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ അവർ പറയുന്ന എല്ലാ ഗൈഡ് ലൈൻസും അനുസരിച്ച് വേണം നമ്മൾ കയറാനായിട്ട്. കാരണം ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർക്കുള്ള ആഹാരം ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം. അപ്പോൾ എന്തായാലും ഗോൾഡൻ ടെമ്പിളിൻ്റെ അകത്ത് നമ്മൾ കയറി. പക്ഷേ വീഡിയോ അകത്തേക്ക് ഒരു കാരണവശാലും കയറ്റി വിടത്തില്ല. അതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഇവിടെ ലാങ്കർ ഹാളിൽ ഇവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അത് കയറി കഴിക്കാം. എന്തായാലും എൻ്റെ മീൽ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നല്ലതായിരുന്നു. പയർ കറി, എന്തോ പൊട്ടറ്റോ കറി, റൈസ്, കീർ, അതേപോലെ തന്നെ 2 റൊട്ടി കഴിച്ചു കഴിഞ്ഞു. നമുക്കിനി ഇവിടെ നിന്ന് പയ്യെ നീങ്ങാം. അപ്പം നമ്മൾ കുറച്ച് മുമ്പ് കഴിച്ച ആഹാരം ഇല്ലേ, അത് കുക്ക് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ നേരത്തെ വന്നത്. നമ്മൾ നേരത്തെ വന്നപ്പോൾ ഇവിടെ ജസ്റ്റ് പ്രിപ്പറേഷൻ മാത്രമാണ് നടക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഏകദേശം സംഭവങ്ങളായിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ കയറി കാണാം. ഞാനിപ്പോൾ എന്തായാലും ഒന്ന് ഇളക്കി നോക്കാൻ പോവാം. ഇവിടെ അത്രയും ഭയഭക്തി ബഹുമാനത്തോട് കൂടിയിട്ട് ആൾക്കാർ വന്നിട്ട് ഓരോന്നും ചെയ്യണേ. അപ്പോൾ എന്തായാലും ഞാനൊന്ന് ചെയ്തു നോക്കാം കേട്ടോ. നല്ലപോലെ ആ നെയ്യും പരിപ്പും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട്, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതും പയറും കൂടെ അടിപൊളിയായിരുന്നു റൊട്ടിയുടെ കൂടെ കഴിക്കാനായിട്ട്. എന്തായാലും അവിടെ അവർ ആ ഖീറിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനകത്ത് ആ വെണ്ണ പൊങ്ങി വരുന്നുണ്ടോ. ഒന്ന് ഇളക്കണമെങ്കിൽ പോലും നമ്മൾ നമ്മുടെ കൈ കഴുകണം എന്ന് പറഞ്ഞില്ലേ, അതാണ്. എന്തായാലും ഇതാണ് സംഭവം. അവിടെ എന്താ നോക്കാം. So what are they actually making? Is this dal? Yeah. Okay. So one day, how much tons do you make for like how many people? I explain the all किचन मटेरियल। हाँ उसके अंदर दाल बन रही है। हाँ ये भी दाल बन रही है। हाँ वो जो आप देख रहे हो हाँ वो बड़ा कढ़ाया है। उसके अंदर दाल 5 क्विंटल दाल डलती है। हाँ जब 5 क्विंटल दाल जब निकल जाती है 3 घंटे के अंदर, तो उसके बाद में दोबारा फिर 5 क्विंटल दाल डालते हैं। 28 क्विंटल दाल तैयार होती है पूरी कम्प्लीटली। 28 क्विंटल दाल, 28 क्विंटल ही खीर तैयार होती है। खीर हाँ, जो बराबर चलती है ना लंगर के अंदर, जब दाल और खीर बराबर चलती है लंगर के अंदर। അപ്പോൾ എന്തായാലും നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ അമൃത്സറിനെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പല പല ഡിഫറെൻറ്റ് കണ്ടെയ്നേഴ്സിലായിട്ട് ഇത്രയും വലിയ ഒരു ഭക്ഷണശാല നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ കാണില്ല. അത്രയും വലിയ ഭക്ഷണശാലയാണ്. അപ്പോൾ അവിടെ വന്ന് എനിക്ക് ഇളക്കാൻ പറ്റിയത് എൻ്റെ ഭാഗ്യം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾ എപ്പോൾ വന്നാലും, അതൊരു 24/7 ഈ ഒരു ലാങ്കർ എന്നാണ് ഇതിന് പറയുന്നത്, ഇത് ഓപ്പൺ ആയിരിക്കും. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. ഇവിടെ വന്നിട്ട് റൊട്ടി ഉണ്ടാകും, ചോറ്, ജീരക റൈസ് ഉണ്ടാകും, ദാലുണ്ടാകും, ഖീറുണ്ടാകും. അപ്പോൾ അത്രയും ക്ലെൻലിനെസ്സോട് കൂടി, ഹൈജീനോട് കൂടിയിട്ട് ഫ്രീ ആയിട്ട് ഏത് മതസ്ഥർക്കും എപ്പോഴും ഓപ്പണായി വന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ദേവാലയത്തിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളൊരു കിച്ചൺ വേറെ എങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഇവിടെ വരാൻ സാധിച്ചതിലും ഇതൊക്കെ കഴിക്കാൻ സാധിച്ചതിലും അതിലുപരി അതൊക്കെ നിങ്ങളെ കാണിക്കാൻ സാധിച്ചതിലും എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും ഇവിടെ തകൃതിയായിട്ട് അവരുടെ കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പയ്യെ ഇവിടെ നിന്ന് നീങ്ങാം. അങ്ങനെ സിഖുകാരുടെ അങ്ങേ
അങ്ങേയറ്റം, അതായത് അവരുടെ ആ ഒരു എക്സ്ട്രീമിലുള്ള പുണ്യഭൂമിയായിട്ടുള്ള ഈ ഒരു സുവർണ ക്ഷേത്രം ഗോൾഡൻ ടെമ്പിളിൽ നമ്മൾ വന്നു, അകത്ത് കയറി തൊഴുതു, പുറത്തിറങ്ങി അവരുടെ കിച്ചൺ കണ്ടു, ചെറുതായിട്ട് അവരൊന്ന് സഹായിച്ചു, അതേ ഭക്ഷണം നമ്മൾ കഴിച്ചു, അവരോട് സംസാരിച്ചു. അവരുടെ ആ ഒരു സ്നേഹവും ഹോസ്പിറ്റാലിറ്റിയും എല്ലാം അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ഞാനിവിടെ ഒന്ന് കറങ്ങി നടന്നിട്ട് ഇനി എൻ്റെ അടുത്ത പരിപാടികളിലേക്ക് കടക്കുന്നതായിരിക്കും. അപ്പോൾ പഞ്ചാബിൽ വന്നിട്ട് നമ്മൾ ചിക്കൻ കഴിച്ചു, ഇവിടുത്തെ വേറെ വെജിറ്റേറിയൻ ഫുഡുകൾ കഴിച്ചു. പക്ഷേ നമ്മൾ ഇതുവരെ കഴിക്കാത്തൊരു സംഭവമുണ്ട്, ഇവിടുത്തെ ഫിഷ്, അതായത് മീൻ. അപ്പം അങ്ങനെ ഫിഷിന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു കട ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ കയറി അവിടുത്തെ മീനിൻ്റെ രുചി ഒന്നറിയാം. പഞ്ചാബിലെ സ്പെഷ്യൽ ഫിഷ്. सो फिश है ना, क्या फिश है ये? मली है. मली. മലി ഫിഷ് എന്നാണ് ഈ ഫിഷിനെ പറയുന്ന പേര്. എനിക്ക് മലയാളത്തിൽ ഇത് എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ഒരു ബേസിൻ്റെ ഒരു അവരുടെ തന്നതായിട്ടുള്ളൊരു മിക്സറാണ്. അവർ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത് ബേസൻ പൗഡറാണ്. കടലമാവ് വെച്ചിട്ടുള്ള ഒരു ഇത് മിക്സറാണ്. നമ്മുടെ നാട്ടിലൊക്കെ വെറുതെ മുളക് പൊടി വെച്ചിട്ടല്ലേ നമ്മൾ മീൻ വറക്കുന്നത്. പക്ഷേ ഇവിടെ ഇവർ ബേസൻ പൗഡറാണ് അതിൻ്റെ ബേസാക്കി എടുക്കുന്നത്. ടീക്കാ ഭയ്യ. അപ്പം ഈ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പഞ്ചാബിലെ സ്പെഷ്യൽ ഫിഷാണ്. ഇവിടുത്തെ പുഴയിൽ നിന്ന് അവർ പിടിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ലോക്കൽ ഫിഷാണ് കേട്ടോ ഇത്. അതാണ് അവർ മലി ഫിഷ് എന്നാണ് ആ ഫിഷിൻ്റെ പേര്. അപ്പം എന്തായാലും 2 മിനിറ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ ആ മീനിനെ അവർ കട്ട് ചെയ്യുകയാണ്. എന്തായാലും ഫ്രൈ ചെയ്ത് വെച്ച മീനിനെ അവർ നല്ലപോലെ കട്ട് ചെയ്തിട്ട് ആ ഒരു വെയിറ്റിംഗ് മെഷീനിൽ വെച്ചിട്ട് ആട്ടോ നമുക്ക് തരുന്നത്. ആ ഒരു മെഷീനിൽ വെച്ച് വെയിറ്റ് നോക്കിയിട്ട്. സിംഗാര എന്ന് പറയുന്ന മീനാട്ടോ. ഇതും ഇവിടുത്തെ ഒരു ലോക്കൽ ഫിഷാണ്. ഈ ഫിഷൊന്നും നമുക്ക് നാട്ടിൽ കിട്ടാനില്ല. അതുകൊണ്ട് ഇത് കഴിക്കണമെങ്കിൽ നിങ്ങൾ പഞ്ചാബ് തന്നെ വരണം. ഇതിങ്ങനെ ആവശ്യം അനുസരിച്ചിട്ട് ഇവിടെ ഉണ്ടാക്കി അപ്പുറം പോയിരുന്ന് കഴിക്കുക കേട്ടോ. ആൾക്കാർ വന്ന് വാങ്ങി പിന്നെ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെ കാണാം. നമ്മുടെ നാട്ടിൽ ഈ ബ്രോസ്റ്റഡ് ചിക്കൻ കിട്ടില്ലേ, അതുപോലെ ഉണ്ട് അത് കാണാനായിട്ട്. ഈ നമ്മുടെ നാട്ടിലെ പോലെ അത്ര റെഡ് കളറോ മുളക് പൊടിയുടെ കളറോ അങ്ങനെയല്ല ഇത് വരുന്നത്. ഇതിന് ആ ഒരു മൈൽഡ് നിറമാണ്. ബേസൻ പൗഡറിൻ്റെ മഞ്ഞളിൻ്റെ ഒക്കെ ആ ഒരു നിറമാണ് ഇതിന് വരുന്നത്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്ന വരെ ആ ഫിഷിനെ ഫ്രൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് പറഞ്ഞത്, ഡബിൾ ഫ്രൈ, 2 സൈഡ് നല്ലോണം ഫ്രൈ ചെയ്യണമെന്ന്. അപ്പോൾ നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ ക്യാ മസാല ഹേ? മസാല. അവരുടെ എന്തോ ഒരു സ്പെഷ്യൽ മസാല കേട്ടോ സംഭവം, സ്പെഷ്യൽ മസാല. അപ്പം ആ റെഡിയായി ഫ്രൈ ചെയ്തെടുത്ത ഫിഷിലേക്ക് അവരുടെ ഒരു സ്പെഷ്യൽ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം യെസ്, നമ്മുടെ പഴംപൊരി പോലെ ഉണ്ട് കേട്ടോ കാണാനായിട്ട്, ട്രഡീഷണൽ. ഓക്കെ, ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നതാണ് ഇവരുടെ സിംഗാര എന്ന് പറയുന്ന മീൻ. അപ്പം ഞാൻ എന്തായാലും ഈ സിംഗാര ഫിഷ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ട്രഡീഷണൽ പഞ്ചാബി ഫിഷാണ് ഗൈസ്. ഇതുണ്ടാ, നല്ല ജ്യൂസി ആൻഡ് ടെൻഡർ ആയിട്ടുള്ള മീനാണ്. നമ്മൾ പിടിക്കുമ്പോൾ തന്നെ ഇങ്ങ് പൊളിഞ്ഞു പോരുന്നുണ്ട് സംഭവം. പഞ്ചാബിൽ വന്നിട്ട് മീൻ കഴിക്കാൻ പറ്റില്ല എന്നുള്ള എൻ്റെ പരാതി ഇതോടെ തീർന്നു. ലാസ്റ്റ് ഡേ എൻ്റെ പഞ്ചാബിൽ നിന്നുള്ള എൻ്റെ ലാസ്റ്റ് സപ്പറാണ്. നാളത്തെ സൂപ്പർ ഫാസ്റ്റിന് ഞാൻ സ്ഥലം വിടുന്നതായിരിക്കും. അപ്പം നാളെ ഞാൻ എങ്ങോട്ടേക്കാണ്, എൻ്റെ അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാണ് എന്നറിയാനായിട്ട് മറക്കാതെ കാണുക നമ്മുടെ സ്വന്തം കൗമുദി ടിവിയിൽ അറിയാരുചികളും കാണാക്കാഴ്ചകളും. Till then, this is me, Meenakshi Sudhir, signing off. You people take care. Love you. Bye-bye.